നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയ നിമിഷം മുതൽ ഇടതുപക്ഷത്തിന് വല്ലാത്തൊരു അസ്വസ്ഥതയും പുകച്ചിലും തുടങ്ങിയതാണ്. അത് സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് ഇതിനോടകം പ്രേക്ഷകരുമായി പങ്കുവെച്ചു കഴിഞ്ഞു. നിരവധി സംഭവങ്ങൾ പ്രേക്ഷകർ ദൈനംദിനം എന്നവണ്ണം കൺമുൻപിൽ കാണുന്നതുമാണ്. തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകിച്ചും, അല്ലാത്തവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ BJPക്ക് അല്ലെങ്കിൽ BJP ഭരണസമിതിക്കെതിരെ ഇവർ നടത്തുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളെന്ന് ഗ്രാമ്യമായി പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ തീർച്ചയായും അത്തരം പ്രവർത്തികൾ കാണുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രവൃത്തി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്. വലതുപക്ഷം എന്നുള്ളത് കൃത്യമായിട്ട് BJP ആണ്. അതുകൊണ്ട് തന്നെ UDF എന്നവരെ വിളിക്കാം നമുക്ക്. UDFൻ്റെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ BJPക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. പ്രേക്ഷകർ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതിക്ക് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുപോകണമെങ്കിൽ നഗരസഭയിലെ സാമാജികരുടെ കൗൺസിലേഴ്സിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 34 പേരുടെ പിന്തുണ വേണം. ആ 34 എന്നുള്ള സംഖ്യ, മാന്ത്രിക സംഖ്യ, UDFന് എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലില്ല. അപ്പോൾ തന്നെ ഇന്ന് ശ്രീ കരമന ജയൻ, BJPയിലെ കരമന ജയൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ 34 പേരുടെ അംഗബലമില്ലാത്ത UDF ഇപ്പോൾ ഈ നഗരസഭാ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നത് അവർ LDFുമായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണെന്നാണ്. അതിൽ കുറച്ച് വാസ്തവവും ഉണ്ട് താനും. എന്നാൽ BJP ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ അവിശ്വാസ പ്രമേയത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളത്. BJPയുടെ ഒരു കൗൺസിലർ ശ്രീ സുഗതനെ കാപ്പ കേസ് ചുമത്തി, വ്യാജ കേസുകൾ ചുമത്തി, അദ്ദേഹത്തിന് അതിൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ FIRകളും കേസുകളും ഉള്ളതാണ്. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മേലും എന്നുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലും കേസുകളുണ്ട്. പക്ഷേ അതിന് ഈ അധികാരത്തിൻ്റെ ഒരു പരിധി കടന്ന ഉപയോഗമെന്നുള്ള രീതിയിൽ തന്നെ UDFൻ്റെ സഹായത്തോടു കൂടി LDFുകാർ നൽകിയ പരാതിയിലും മറ്റുമായി കാപ്പ കേസ് ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണസമിതിയിൽ ഒരംഗത്തിൻ്റെ കുറവ് BJP നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായി തന്നെ ഈ അവിശ്വാസ പ്രമേയത്തെ മറികടക്കാമെന്നും പരാജയപ്പെടുത്താമെന്നും BJPക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇടത് വലത് സഖ്യമാണ്. ശ്രീ കരമന ജയൻ എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ളൊരു രാഷ്ട്രീയ ഭൂമിക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രീതി ഇനി ഇല്ലാതാകുവാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടേക്ക് BJPയും ND സഖ്യവും തമ്മിലായിരിക്കും. കാരണം പ്രേക്ഷകർക്കറിയാം, കേരളത്തിന് പുറത്ത് CPIMും കോൺഗ്രസും ഭായിയാണ്. ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേരൾ മേ ഗുസ്തി, ബംഗാൾ മേ ദോസ്തി, അല്ലെങ്കിൽ തമിഴ്നാട് മേ ദോസ്തി. തമിഴ്നാട്ടിൽ പോലും ഇവർ വിജയുടെ തമിഴക വെട്രിക്കഴകവുമായി ഒന്നു ചേർന്നിട്ടാണ് CPIMും കോൺഗ്രസും ഭരിക്കുന്നത്. കോൺഗ്രസിനാകട്ടെ 2 മന്ത്രിമാർ വരെയുണ്ട്. CPIM DMKയെ ചതിച്ച്, അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ 25 കോടി രൂപ CPMൻ്റെ ജീവവായു നിലനിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവശ്വാസം നിലനിർത്തുവാൻ വേണ്ടി നൽകിയ DMKയെ ചതിച്ച് CPIM മറുകണ്ഠം ചാടിയതാണ്. കോൺഗ്രസും അങ്ങനെ തന്നെ. ഏതാണ്ട് 2004 മുതൽ കോൺഗ്രസിനെ തമിഴ്നാട്ടിൽ താങ്ങിപ്പിടിച്ചിരുന്നത് DMK ആയിരുന്നു. ഇപ്പോൾ ഒരു അവസരം ലഭിച്ചപ്പോൾ അവർ മറുകണ്ഠം ചാടി. അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അവർ ഒന്നിച്ച് തന്നെ മുന്നേറുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റു പലരും കൈയൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തകർന്നടിഞ്ഞു പോവുകയോ ചെയ്തെങ്കിൽ പോലും ഈ 2 ഭായിമാരും ഇപ്പോഴും ഒന്നിച്ച് തന്നെ മുന്നേറുകയാണ്. ഇനി ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിലും അതുതന്നെയായിരിക്കും നാം കാണുവാൻ പോകുന്ന കാഴ്ച. ഏത് തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയും BJP ഭരണസമിതിയെ അട്ടിമറിക്കുക എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പുകച്ചിലുണ്ടല്ലോ, പുകച്ചിലും അസ്വസ്ഥതയും. 48 വർഷങ്ങൾ ഈ പറയുന്നത് പോലെ കാറൽ മാർക്സിൻ്റെ കുടുംബാവകാശം പോലെ കൈയാളി ഭരിച്ച് നശിപ്പിച്ച് ഒടുവിൽ മേയർ കുട്ടി ആര്യ രാജേന്ദ്രൻ്റെ ഉജ്ജ്വലമായ ഭരണത്തിൽ തിരുവനന്തപുരംകാർ ഒരുമിച്ച് തലയിൽ കൈവച്ച് പത്മനാഭനെ വിളിച്ചുകൊണ്ട് ഒന്നിറങ്ങിപ്പോകൂ എന്ന് നിർദ്ദേശിച്ച് ഇറക്കിവിട്ട് BJPയെ ഭരണത്തിലേറ്റിയ തിരുവനന്തപുരം നഗരസഭയിൽ ഈ ഭരണസമിതിയെ എങ്ങനെയും അട്ടിമറിച്ച് തിരികെ അധികാരത്തിലെത്തുവാനുള്ള ശ്രമങ്ങൾ LDFൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും, പ്രത്യേകിച്ച് CPIMൻ്റെ ഭാഗത്തു നിന്ന്. അതിന് കോൺഗ്രസിനെ ഒരു ചട്ടുകമായി ഉപയോഗിക്കുവാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അവരതിന് തീർച്ചയായും മുതിരും. ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിലൊരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൗൺസിലർ സുഗതനെതിരെ കാപ്പ ചുമത്തിയ
ഇതിന് തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി ഒന്ന് കാപ്പ ചുമത്തേണ്ടത് അയാളൊരു ഗുണ്ടയാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല എന്ന വ്യക്തി, അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, ഹൈക്കോടതി ജഡ്ജിയല്ല, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെ പോലും ന്യായാധിപനല്ല. വിധി പ്രഖ്യാപിക്കുവാൻ താങ്കൾ ആര് എന്ന് വളരെ മാന്യമായും, വേണമെങ്കിൽ ജഗതിയുടെ ഭാഷയിൽ, ഒരു തിരുവനന്തപുരംകാർ സ്ഥിരമായി ജഗതി ചേട്ടനെ കോട്ട് ചെയ്യാറുണ്ട്, ആ ജഗതിയുടെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ താൻ ആരുവ എന്ന് വേണമെങ്കിലും ചോദിക്കാവുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിൽ നിന്ന് തന്നെ LDFനെ സഹായിക്കാൻ, കാരണം ഒരു കാര്യവും കൂടി ഓർക്കുക, ഈ 34 അംഗങ്ങളുടെ പോലും പിന്തുണയില്ലാത്ത UDFന് എന്തായാലും ഉടനെ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിലെത്തുവാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അവിശ്വാസ പ്രമേയവും ഈ സുഗതൻ്റെ പേരിലുള്ള കാപ്പാ ചുമത്തലും എല്ലാം കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുന്നത്? അത് LDFുമായിട്ടുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ പേരിൽ തന്നെയാണ്. എന്തായാലും പിന്നെ ഇവരെല്ലാം ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം BJPയുടെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ അഴിമതി ഏതാണ്ട് പൂർണ്ണമായും തന്നെ നഗരസഭയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയല്ല, LDFിൻ്റെ ഭരണകാലത്ത് നടത്തിക്കൊണ്ടിരുന്ന അനധികൃത പാർക്കിംഗ് തുടങ്ങി ജല അതോറിറ്റിയിൽ അടയ്ക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അടയ്ക്കുന്ന പല ബില്ലുകളുടെ യഥാർത്ഥ തുക കോർപ്പറേഷനിലേക്ക് വകയിരുത്താതെ സ്വന്തം ഗീശയിലാക്കിയിരുന്ന സഖാക്കളുടെ അഴിമതി വരെ, അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കീഴിൽ നടന്നിരുന്ന അഴിമതികൾ തുടങ്ങി വലിയ വലിയ നിയമന അഴിമതികൾ വരെ പുറത്തു വരുവാനും തുടങ്ങി. അതൊക്കെ യാതൊരു തരത്തിലും നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നീട് അങ്ങോട്ട് തുടർന്നു പോകുവാൻ പറ്റാത്ത സാഹചര്യം. കാരണം 48 വർഷങ്ങളായി കൈവശാവകാശം വെച്ച് അനുഭവിച്ച് ഒരു സ്വാഭാവിക പ്രക്രിയകളായി, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളായി അഴിമതി കൊണ്ട് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇപ്പോൾ അഴിമതിയൊന്നും നടക്കുന്നില്ല, വരുമാനമില്ല. അതിനു പുറമെ ഈ മുൻകാലങ്ങളിൽ നടത്തിയ അഴിമതികളുടെ ചരിത്രങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുവാൻ മേയർ VV രാജേഷും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള BJP കൗൺസിലർമാരും തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവർക്കൊരു ആശങ്കയ്ക്കൊപ്പം ഒരു ഭയപ്പാടും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടുകൂടി തന്നെ അവർ ഈ ഭരണസമിതിയെ അട്ടിമറിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് തന്നെ പോകും. പക്ഷേ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ആലോചിക്കുക, കാര്യാലയത്തിൽ വെച്ച്, മേയറുടെ കാര്യാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കാലിന് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ജനറൽ ആശുപത്രിയിൽ പോയി കാല് പ്ലാസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കകം മേയർ പങ്കെടുക്കേണ്ട അജണ്ട മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. അത്തരത്തിൽ ക്രിയാത്മകമായും സജീവമായും പ്രവർത്തിക്കുന്നൊരു മേയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ യാതൊരു ഭയാശങ്കയ്ക്കും ഇടവില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവിശ്വാസം കൊണ്ടുവരട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു, അവിശ്വാസം പരാജയപ്പെടും, ആ പരിപ്പ് ഇവിടെ വേഗില്ല ചേട്ടാ എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ സ്പീക്കറുടെ ചെയറിനോട് കാണിച്ച അനാവശ്യം നഗരസഭയിൽ കാണിക്കാമെന്നുള്ള തെറ്റിദ്ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വച്ചേക്കണമെന്ന് കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് താഴെ ഇറക്കുവാനും അട്ടിമറിക്കുവാനും അവിശുദ്ധ സഖ്യവുമായി LDFും UDFും നേരിടാനുറച്ച BJPയും അതാണ് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിൽ തിങ്കളാഴ്ച കാണുവാൻ പോകുന്ന കാഴ്ച. ആ കാഴ്ചകളുടെ വിശദവിവരങ്ങൾ തിങ്കളാഴ്ച പ്രേക്ഷകരുമായി, അതായത് നാളെ പ്രേക്ഷകരുമായി തീർച്ചയായും തത്വമയി ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ്. കാരണം തത്വമയി ന്യൂസും നഗരസഭാ കാര്യാലയത്തിൽ തത്സമയ വിവരങ്ങൾ അറിയുവാനായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ തീർച്ചയായും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ തത്വമയി ന്യൂസിനൊപ്പം ഒരു കുടുംബാംഗമായി നിങ്ങളും മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം.